ഹായ് ഓൾ, എല്ലാവർക്കും റൈറ്റേഴ്സ് IAS നയിക്കുന്ന മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് SSC RRB പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെക്കൻഡ് പാർട്ട്, മാത്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The present ages of Shanti and Kirti are in the ratio 7:3. After 5 years, Shanti will be 40 years old. What will be the age of Kirti after 5 years? എന്താ പറഞ്ഞിരിക്കുന്നത്? ശാന്തിയുടെയും കീർത്തിയുടെയും ഇപ്പോ ഉള്ള ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 7:3 ആണ്. പിന്നീട് എന്താ പറഞ്ഞേക്കുന്നത്? 5 വർഷത്തിന് ശേഷം ശാന്തിക്ക് 40 വയസ്സാകും. 5 വർഷത്തിന് ശേഷം ശാന്തിക്ക് എത്ര വയസ്സാവും? 40 വയസ്സാവും. അപ്പം ഇപ്പൊ ഉള്ള വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഇപ്പൊ ഉള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ 40 5 കുറച്ചാൽ പോരെ. ഇത് 5 വർഷത്തിന് ശേഷമുള്ള വയസ്സാണ് 40 എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? നമുക്ക് 35 വയസ്സായിരിക്കും, അല്ലെ? പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. അപ്പൊ ഈ പ്രസന്റ് ഏജിന്റെ റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പം ശാന്തിയുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോയും കീർത്തിയുടെയും ശാന്തിയുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ എത്രയാണ് തന്നേക്കുന്നത്? 7:3 എന്നാണ് തന്നേക്കുന്നത്. നമ്മുടെ ഈ ശാന്തിയുടെ പ്രസന്റ് ഏജ് കൊണ്ട്, അല്ലെ? അതായത് 7 എന്ന് പറയുന്നത് എന്തിന് കറസ്പോൺസ് ആണ്? 35-ന് 7 കറസ്പോൺസ് ടു 35, അല്ലെ? 7 എന്ന് പറയുന്ന വാല്യൂ എന്തിനെ സൂചിപ്പിക്കുന്നു? ശാന്തിയുടെ ഇപ്പോഴത്തെ ഏജായ 35-നെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 എന്ന് പറയുന്നത്, ചെയിൻ റൂൾ പ്രകാരം 1 എന്ന് പറയുന്നത് എത്ര വരും? 5 ആണ്. അപ്പൊ നമുക്ക് കീർത്തിയുടെ പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്ര? 3 ആണ്, അല്ലെ? 3 എന്ന് പറയുന്നത് എന്താ വരുന്നത്? 3 into 5 എത്ര വരുന്നേ? 15 ഇയേഴ്സ്, അല്ലെ? 15 ഇയേഴ്സ് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കീർത്തിയുടെ 5 വർഷത്തിന് ശേഷമുള്ള ഏജ്. ഇപ്പോൾ ഇത് 15 വയസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള ഏജ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 5 വർഷത്തിന് ശേഷമുള്ള ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ 15 വയസ്സാണെങ്കിൽ 5 വർഷത്തിന് ശേഷം എത്ര വയസ്സ് കാണും? 20 ഇയേഴ്സ്, അല്ലെ? അപ്പൊ ആൻസർ എത്രയാ വരുന്നത്? 20 ഇയേഴ്സ് ആയിരിക്കും. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ പറഞ്ഞിരിക്കുന്നത്? P and Q alone can complete a work in 9 days and 12 days respectively. If they work on alternate days starting from Q, then in how many days will the work will be completed? എന്താ പറഞ്ഞിരിക്കുന്നത്? Pയും Qവും ജോലി ചെയ്യുന്നു. P ഒരു വർക്ക് 9 ദിവസം കൊണ്ടും Q ഒരു വർക്ക് 12 ദിവസം കൊണ്ടും കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവര് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വർക്ക് ചെയ്യുക. അതായത് Q സ്റ്റാർട്ടിങ് ഫ്രം എന്താണ്? Q സ്റ്റാർട്ടിങ് ഫ്രം ആരാണെന്ന് എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് ഫസ്റ്റ് ഡേയില് Q വർക്ക് ചെയ്യും, സെക്കൻഡ് ഡേയിൽ ആര് വർക്ക് ചെയ്യും? P വർക്ക് ചെയ്യും. വീണ്ടും തേർഡ് ഡേയിൽ ആര് വരും? Q വരും. ഫോർത്ത് ഡേയിൽ ആര് വരും? P വരും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇവർ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ട്, അല്ലെ? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വർക്ക് കാണാം. എങ്ങനെയാ ടോട്ടൽ വർക്ക് കാണുന്നത്? ഈ രണ്ട് നമ്പേഴ്സിന്റെയും LCM എടുത്താൽ മതി. 9-ന്റെയും 12-ന്റെയും എന്ത് കാണണം? LCM കാണണം, അല്ലെ? അപ്പൊ 9-ന്റെയും 12-ന്റെയും LCM 12-ന്റെ ടേബിൾ ചൊല്ലി നോക്കൂ. ഏറ്റവും വലിയ നമ്പർ രണ്ടുപേരുടെയും ടേബിളിൽ കോമൺ ആയിട്ട് വരുന്ന ഫസ്റ്റ് സംഖ്യ ഏതാണെന്ന് നോക്കുക. LCM കാണാനായിട്ട് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ വലിയ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ ചൊല്ലി നോക്കുക. ചൊല്ലി നോക്കുമ്പോൾ രണ്ടുപേരുടെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഫസ്റ്റിലെ കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും നിങ്ങളുടെ LCM. അപ്പം രണ്ടുപേരുടെയും ടേബിളിൽ ഫസ്റ്റിൽ വരുന്ന സംഖ്യ ഏതാണ്? 36 ആണ്. അപ്പൊ ഇത് നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ട്. അപ്പൊ LCM എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ടോട്ടൽ വർക്ക്. LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ടോട്ടൽ വർക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി കാണാം. എഫിഷ്യൻസി കാണുന്നത് എങ്ങനെയാണ്? എഫിഷ്യൻസി കാണുന്നത് വർക്കിനെ ഡേയ്സ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. വർക്കിനെ എന്ത് ചെയ്യണം? ഡേയ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ വർക്ക് എത്രയാണ്? 36. P എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 9 ദിവസം കൊണ്ട്. അപ്പൊ P യുടെ എഫിഷ്യൻസി 36/9 എന്ന് വരും. എത്രയാണ്? 4. അതുപോലെ തന്നെ ക്യൂവിന്റെ എഫിഷ്യൻസി എത്ര വരുന്നത്? 36/12 എത്ര വരുന്നത്?
3. അപ്പൊ രണ്ടുപേരുടെ എഫിഷ്യൻസി കിട്ടി. എന്താ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും, അതായത് ടോട്ടൽ 36 വർക്ക് ഉള്ളതിൽ പി ഒരു ദിവസം 4 വർക്ക് ചെയ്യും, ക്യൂ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും, അതേ വർക്ക് തന്നെ ക്യൂ ഒരു ദിവസം എത്ര വർക്കേ ചെയ്യുള്ളൂ, 3 വർക്കേ ചെയ്യുള്ളൂ. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടുപേരും ഒന്നിച്ചല്ല ജോലി ചെയ്യുന്നത്, ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. ആരാണ് ഫസ്റ്റിലെ തുടങ്ങുന്ന? ആരാണ്? ക്യൂ ആണ്. അപ്പൊ ഫസ്റ്റ് ഡേയിൽ ആര് വരും? ക്യൂ വരും. ഫസ്റ്റ് ഡേയിൽ ക്യൂ വന്നിട്ട് 3 വർക്ക് ചെയ്യും. അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർക്കാണ് അല്ലെ, 3 വർക്ക് ചെയ്യും. സെക്കൻഡ് ഡേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരും? സെക്കൻഡ് ഡേയിൽ പി വരും. പി വന്നിട്ട് എത്ര വർക്ക് ചെയ്യും? 4 വർക്ക് ചെയ്യും. അപ്പൊ വീണ്ടും തേർഡ് ഡേയിൽ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. വീണ്ടും തേർഡ് ഡേയിൽ ക്യൂ വരും, ഫോർത്ത് ഡേയിൽ പി വരും, അങ്ങനെ എങ്ങനെയാ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരു സൈക്കിളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസമാണ് ഒരു സൈക്കിൾ വരുന്നത് അല്ലെ. അപ്പൊ 2 ദിവസം കൊണ്ട്, ടോട്ടൽ 2 ദിവസം കൊണ്ട് നമുക്ക് എത്ര വർക്ക് തീരും? 7 വർക്ക് തീരും. 2 ദിവസം കൊണ്ടാണ് 7 വർക്ക് തീരുന്നത്. 2 ദിവസം കൊണ്ട് എത്ര വർക്ക് തീരും? 7 വർക്ക് തീരും. നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര വർക്കുണ്ട്? 36 വർക്കുണ്ട്. 36 വർക്കുണ്ട്. അപ്പം ഈ 36 വർക്ക് തീരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ പോകുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് 2 ദിവസം കൊണ്ടല്ലേ 7 വർക്ക് തീരുന്നേ. അപ്പൊ ഈ 36ന് നിയർ ബൈ വരുന്ന വാല്യൂ, 7ന്റെ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്നാൽ 36ന് മേലെ പോകാൻ പാടില്ല, 36ന് തൊട്ട് താഴെ നിൽക്കുന്ന വാല്യൂ ഏതാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം ഏതാണ്? 35 ആണ് ഇല്ലേ. അപ്പൊ 7 × 5 ആണ് 35. അപ്പൊ ഇവിടെയും നമ്പർ ഓഫ് ഡേയ്സും എന്ത് ചെയ്യുക? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 10 ദിവസം കൊണ്ട്, 2നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടും അല്ലെ. അപ്പം 10 ദിവസം കൊണ്ട് നമുക്ക് 35 വർക്ക് തീരും. 10 ദിവസം കൊണ്ട് എത്ര വർക്ക് തീരും? 35 വർക്ക് തീരും. 10 ദിവസം കൊണ്ട് 10 days കൊണ്ടിട്ട് എത്ര വർക്ക് തീരും? 35 വർക്ക് തീരും. അപ്പൊ 10ാമത്തെ ദിവസം ആരാ വരുന്നത്? അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സെക്കൻഡ് ഡേയിൽ ഓരോ ഈവൻ നമ്പറിലും വരുന്നത് പി ആണ്. നോക്കൂ, സെക്കൻഡ് ഡേയിൽ പി വരും, ഫോർത്ത് ഡേയിൽ പി വരും, സിക്സ്ത് ഡേയിൽ പി വരും, 8th ഡേയിൽ പി വരും, 10th ഡേയിലും ആര് വരും? പി വരും. അപ്പൊ 11ാമത്തെ ദിവസം വർക്ക് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ക്യൂ ആണ് അല്ലെ. 11ാമത്തെ ദിവസം വർക്ക് ചെയ്യാൻ വരുന്ന ആരാണ്? ക്യൂ ആണ്. അപ്പൊ നമുക്ക് ബാക്കി റിമൈനിങ് വർക്ക് 35 വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ബാക്കി ടോട്ടൽ 36ന് ഇനി ഒരു വർക്ക്, 36നകത്ത് 35 കഴിഞ്ഞു, ഇനി ഒരു വർക്ക് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ആ ഒരു വർക്ക് ക്യൂ എത്ര ദിവസം കൊണ്ട് ചെയ്യും എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? വർക്ക് ബൈ അയാളുടെ എഫിഷ്യൻസി ചെയ്യുക. എഫിഷ്യൻസി എത്രയാണ്? 3. അപ്പൊ ക്യൂ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 1/3 ദിവസം എടുക്കും. അപ്പൊ ടോട്ടൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആൻഡ് 1/3 ഡേയ്സ്, 10 1/3 ഡേയ്സ് കൊണ്ടായിരിക്കും അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും, 10 1/3 വർക്ക്. ഇപ്പൊ ഈ ടൈം ആൻഡ് വർക്കിന്റെ പ്രോബ്ലംസ് നിങ്ങൾ എഫിഷ്യൻസി മെത്തേഡ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the perimeter of one face of a cube is 24 centimeter, then what will be its volume? ഒരു ക്യൂബിന്റെ ഒരു ഫേസിന്റെ പെരിമീറ്റർ. അപ്പൊ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യൂബ് എന്ന് പറയുമ്പോൾ 4 വശങ്ങളും തുല്യമായിട്ട് വരുന്ന എന്താണ്? ഒരു സമചതുര കട്ടയാണ് എന്തെന്ന് പറയുന്നത്? ക്യൂബ് എന്ന് പറയുന്നത് അല്ലെ. ഒരു 3D സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ക്യൂബ് എന്ന് പറയുന്നത്. 4 വശങ്ങളും തുല്യമായിട്ട് വരണം. ഞാനിപ്പോ വരച്ചപ്പോ തുല്യമായില്ലെങ്കിലും തുല്യമാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഒരു ഫേസ്, മൊത്തം 6 ഫേസ് ആണ് വരുന്നത് ഈ സമചതുര കട്ടയാകുമ്പോ. അപ്പൊ 6 ഫേസിൽ ഒരു ഫേസ് വരച്ച് കാണിക്കാം. ഒരു ഫേസ് എ ആണെങ്കിൽ ബാക്കി ഒരു ഫേസിന്റെ ഒരു സൈഡിന്റെ നീളം എ ആണെങ്കിൽ 4 സൈഡും എന്തായിരിക്കും? എ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഫേസിന്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഒരു ഫേസിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ പെരിമീറ്റർ അല്ലേ വരുന്നത്. സമചതുരത്തിന്റെ പെരിമീറ്റർ എത്രയാണ് വരുന്നത്? 4a. അതെന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 24/4 എത്ര വരും? അല്ലേ. ഇനി ഇതിന്റെ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂബിന്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ്? എ ക്യൂബ്. അപ്പൊ 6ന്റെ ക്യൂബ് എടുക്കുക. ആൻസർ എത്രയാണ് വരുന്നത്? 216 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും ആൻസർ ആയിട്ട് വരാം. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. A salary is 20 less than B salary. എയുടെ സാലറി ബിയുടെ സാലറിയേക്കാൾ എത്ര കുറവാണ്? 20 കുറവാണ്. വാട്ട് പെർസെന്റേജ് ഈസ് ബി സാലറി മോർ ദാൻ എ സാലറി? അങ്ങനെയാണെങ്കിൽ എയുടെ സാലറിയേക്കാൾ എത്ര കൂടുതലാണ് ബിയുടെ സാലറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കേ, എ ഉണ്ട്,
ബി ഉണ്ട്. എയുടെ സാലറി ബിയുടെ സാലറിയേക്കാൾ 20% കുറവെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ബിയുടെ സാലറി 100 എടുത്താൽ അതിന്റെ 20% കുറവ് എന്ന് പറയുമ്പോൾ എയുടെ സാലറി എത്ര വരും? 80 വരും അല്ലേ? അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ബിയുടെ സാലറി എയുടെ സാലറിയേക്കാൾ എത്ര കൂടുതലാണ്? അപ്പൊ ഇങ്ങനെ എത്ര കൂടുതലാണ് എത്ര കുറവാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ സാലറിയുടെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ ഇവിടെ എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 20. രണ്ട് വാല്യൂസ് തമ്മിൽ 20 ഡിഫറൻസ് വരുന്നത്. ആൻഡ് ആരെ വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ദാൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? എയേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആരെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്? എയെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ എയെ ബേസ് ആയിട്ട് എടുക്കുക. അതായത് 80 എത്ര കൂടുതലാണെന്നാണ് നമുക്ക് 20 എന്ന് പറയുന്നത് എത്ര കൂടുതലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻറ്റു എന്ത് ചെയ്യുക? 100 ചെയ്യുക. അപ്പൊ എത്ര വരും? 1/4 ഇൻറ്റു 100 എത്ര പെർസെന്റേജ് വരും? 25% എന്ന് വരും ആൻസർ അല്ലെ? എത്ര പെർസെന്റേജ് കൂടുതലാണ്? 25% കൂടുതലാണെന്ന് മനസ്സിലാവും. അപ്പം ഇനി അല്ലാതെ ഇത് ഇങ്ങനെ ചെയ്യാം, അല്ലാതെ പെട്ടെന്ന് ചെയ്യാം. നമുക്ക് എയുടെ സാലറി എത്ര ശതമാനം കുറവെന്നാ പറഞ്ഞേക്കുന്നത്? 20%. അപ്പൊ ആ 20 മുകളിൽ എഴുതുക. 100 നിന്ന് 20 കുറയ്ക്കുക. ലെസ് ദാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുക, മോർ ദാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുക. അപ്പൊ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കാൻ ലെസ് ദാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 100 നിന്ന് കുറയ്ക്കുമ്പോൾ എത്ര വരുന്നത്? 80. അതേ ഇൻറ്റു എന്ത് ചെയ്യുക? 100 ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 pipes A and B can fill a tank in 5 hours and 8 hours respectively. എയും ബിയും എന്ന് പറയുന്ന 2 പൈപ്പ് ഉണ്ട്. എ ബി. അതിൽ എ എന്ന് പറയുന്ന പൈപ്പ് 5 മണിക്കൂർ എടുത്താണ് ഒരു ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. ബി ആണെങ്കിൽ 8 മണിക്കൂർ എടുത്താണ് ഒരു ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. ഇനി സി എന്ത് ചെയ്യും? എം ഡി ചെയ്യും. അതേ ടാങ്ക് എം ഡി ചെയ്യുന്ന പൈപ്പാണ് സി. അപ്പൊ എം ഡി ചെയ്യുന്നതുകൊണ്ട് എം ഡി ചെയ്യുന്ന ആളെ നിങ്ങളൊരു നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുക്കണം. എം ഡി മറ്റൊരു ഫില്ല് ചെയ്യും, ഇയാൾ എന്താ ചെയ്യുക? എം ഡി ചെയ്യുന്നത്. എം ഡി ചെയ്യുന്ന എത്ര മണിക്കൂർ എടുത്താണ്? 10 മണിക്കൂർ എടുത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 പൈപ്പും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ച് ഈ 3 പൈപ്പും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടാങ്ക് എത്ര സമയത്തിനുള്ളിലാണ് എം ഡി ആക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ വർക്കിനകത്ത് ചെയ്ത പോലെ തന്നെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ഇതിന്റെ എൽസിയം എടുക്കുക. എൽസിയം എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. ടോട്ടൽ വർക്കിനെ അതിന്റെ സമയം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടും. ആ രീതിയിൽ നമുക്ക് ഇത് പ്രോബ്ലം ചെയ്തെടുക്കാം. അപ്പം 8 നമുക്ക് ആരുടെയൊക്കെ എൽസിയം ആണ് കാണേണ്ടത്? 5, 8, 10. വലിയ ആളുടെ ടേബിൾ ചൊല്ലി നോക്കുക. കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? 40 ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ എൽസിയം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 40 ആണ്. ഇനി നമുക്ക് ഇവരുടെ എഫിഷ്യൻസി കാണാം. ഓരോ പൈപ്പിന്റെ എഫിഷ്യൻസി കാണാം. എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്യുക? ഇത് ഓരോന്നും ഡിവൈഡ് ചെയ്യുക. അപ്പൊ 40/5 എത്ര വരും? 8. എയുടെ എഫിഷ്യൻസി 8 വരും. 40/8 ചെയ്യുമ്പോൾ ബിയുടെ എഫിഷ്യൻസി 5 വരും. 40/10 ചെയ്യുമ്പോൾ സിയുടെ എഫിഷ്യൻസി 4 വരും. പക്ഷെ അവിടെ ശ്രദ്ധിക്കാതെ എന്താണ്? എം ടി ചെയ്യുന്ന പൈപ്പ് ആയതുകൊണ്ട് മൈനസ് ഇടുക. അപ്പൊ ഇവര് 3 പേരുടെ ഒരു മണിക്കൂറിൽ എത്ര വർക്ക് എന്ന് വെച്ചാൽ എ തനിയെ ഒരു മണിക്കൂറിൽ 8 വർക്ക്, അതായത് 8 പാർട്ട്, ഈ ടാങ്കിനെ 40 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ 8 പാർട്ട് ഫില്ല് ചെയ്യും. ബി എന്ത് ചെയ്യും? 5 പാർട്ട് ഫില്ല് ചെയ്യും. സി എന്ത് ചെയ്യും? 4 പാർട്ട് എം ടി ചെയ്യും. അത് തനിയെ ചെയ്യുന്നതാണ്. ഇനി 3 പേരോട് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുന്നേ? നമുക്ക് നോക്കാം. 3 പേരോട് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിന്റെ എഫിഷ്യൻസികളെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ ഒരു മണിക്കൂറിൽ എന്ത് പറ്റും? നമുക്ക് എത്ര കിട്ടുന്നത്? 9 അല്ലെ? 9 പാർട്ട് ഫില്ല് ചെയ്യും. പോസിറ്റീവ് വാല്യൂ കിട്ടുകയാണെങ്കിൽ ഫില്ല് ചെയ്യും, നെഗറ്റീവ് വാല്യൂ കിട്ടുകയാണെങ്കിൽ എം ടി ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ്? ഒരു മണിക്കൂറിൽ 9 പാർട്ട് ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 40 പാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ട സമയമാണ് ചോദിച്ചിരിക്കുന്നത്. 40 പാർട്ട്, ഒരു മണിക്കൂറിൽ 9 പാർട്ട് ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 40 പാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ട സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ എ എന്താണ്? 5 മണിക്കൂർ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂർ എടുക്കും ഫില്ല് ചെയ്യാനായിട്ട്. സി എം ടി ചെയ്യാണ്, നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. 10 മണിക്കൂർ എടുത്താണ് അത് എന്ത് ചെയ്യുന്നത്? എം ടി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എൽസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വന്നു? 40. ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. എഫിഷ്യൻസി കാണാം. എഫിഷ്യൻസി എത്ര വരുന്നത്? ഇവിടെ 8.
5 4 ഇയാൾ എം ടി ചെയ്യുന്നു, മൈനസ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഒരു മണിക്കൂറിൽ ഇവരെന്ത് ചെയ്യും എന്ന് കാണാൻ ഇതെല്ലാം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 + 5 - 4 എത്ര വരും, 9. അതായത് ഒരു മണിക്കൂറിൽ ഇവർ 9 പാർട്ട് ഫില്ല് ചെയ്യും. ഒരു മണിക്കൂറിൽ 9 പാർട്ട് ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 40 പാർട്ട് ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കും? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 40/9 അല്ലെ? 40/9. അപ്പൊ ആൻസർ എത്ര വരുന്നത്? 36 പോയിട്ട് 4/9 അല്ലെ? എത്ര മണിക്കൂർ എടുക്കും? 4/9 hours എടുക്കും. 4/9 hours എടുക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. At simple interest, a certain sum amounts to 1,250 in 2 years and 2,000 in 5 years. Find the rate of interest per annum. എന്താ പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു സർട്ടൻ എമൗണ്ട് ഉണ്ടായിരുന്നു. അത് 2 വർഷം കൊണ്ട് എത്ര രൂപയാവും? 1250. ഇപ്പൊ ഈ 1250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടെ എന്തുകൂടെ ആഡ് ചെയ്ത് വരുന്നത്? 2 വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്ത് വരുന്നത്. എത്ര വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്? 2 വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്ത് വരുന്നത് അല്ലെ? അതുപോലെ തന്നെ അടുത്ത 5 വർഷം കൊണ്ട് എത്രയാവും? അത് 2000 രൂപയാവും അല്ലെ? 5 വർഷം കൊണ്ട് 2000 രൂപയാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പലിന്റെ കൂടെ എത്ര വർഷത്തെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് വരുന്ന? 5 വർഷത്തെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് വരുന്ന. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ഡിഫറൻസ്, അതായത് ഈ രണ്ടിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ 2 വർഷത്തെ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റും 5 വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റും, അതിന്റെ രണ്ടിന്റെ തുകയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നിങ്ങൾ നോക്കൂ, എന്തായിരിക്കും കിട്ടുന്നത്? 3 വർഷത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്? അതിന്റെ ഡിഫറൻസ്, ഈ 2 സംഖ്യയുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇത് ഇൻട്രസ്റ്റ് മാത്രമല്ല, സം എമൗണ്ട്സ് ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ തുക? പ്രിൻസിപ്പിള് പലിശയായിട്ട് ചേർന്ന് വരുന്ന തുകയാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2 വർഷത്തെ പലിശയായിട്ട് ചേർന്ന് വരുന്ന തുകയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നീട് 2000 എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിച്ച തുകയും 5 വർഷത്തെ പലിശയും കൂടെ ചേർന്ന് വരുന്ന തുകയാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 3 വർഷത്തെ പലിശ കിട്ടത്തില്ലേ? അപ്പൊ 3 വർഷത്തെ ഇല്ലേ, ഇയറിന്റെ ഡിഫറൻസ് കൊടുക്കുക, തന്നിരിക്കുന്ന എമൗണ്ട് ഡിഫറൻസ് കൂടെ എടുക്കുമ്പോൾ നമുക്ക് 3 വർഷത്തെ പലിശ കിട്ടും ഇല്ലേ? 3 വർഷത്തെ പലിശ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 750 രൂപയാണ്. 3 വർഷത്തെ പലിശ 750 രൂപയാണ്. അപ്പൊ ഒരു വർഷത്തെ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 750/3 അല്ലെ? 250 രൂപയാണ്. ഒരു വർഷം 250 രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചൂടെ? എത്ര രൂപ നമ്മൾ നിക്ഷേപിച്ച തുക എത്രയാണെന്ന് നമുക്ക്, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇപ്പൊ ഒരു വർഷം 250 ആകുമ്പം 2 വർഷം 500 രൂപ ആയിട്ടുണ്ടാവും അല്ലെ പലിശ. അപ്പം പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനായിട്ട് എന്ത് ചെയ്യണം? അതിനകത്തുനിന്ന് 500 രൂപ കുറച്ചാൽ മതിയല്ലോ. 500 രൂപ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 750 രൂപയാണ്. 750 രൂപയാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കട്ടെ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാ കാണുന്നത്? ഒരു വർഷത്തെ പലിശ എത്രയാണ്? 250 ബൈ മൂലധനം, നമ്മൾ നിക്ഷേപിച്ച തുക എത്രയാണ്? 750. അതേ ഇൻറ്റു 100. അപ്പൊ 1/3 ഇൻറ്റു 100 ആൻസർ എത്രയാ വരുന്നത്? 33.33% എന്ന് വരും. ആൻസർ എത്രയാ വരുന്നത്? 33.33%. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം. Gaurav's average speed during two-way journey is 15 km/h. ഗൗരവിന്റെ എന്താണ്? ഒരു 2-way ജേണിയാണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് എയിന്ന് അവൻ ബിയിലേക്ക് പോയി, തിരിച്ച് ബിന്ന് എന്ത് ചെയ്തു? എയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഓരോ സ്പീഡ്, അങ്ങോട്ട് പോയത് ഒരു സ്പീഡിലാണ്, തിരിച്ചു വന്ന ഒരു സ്പീഡിലാണ്. അപ്പൊ അതിന്റെ ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 15 km/h ആണ്. എത്രയാണ്? 15 km/h ആണ്. 15 km/h ആണ് ആവറേജ് സ്പീഡ് തന്നിരിക്കുന്നത് അല്ലെ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഹി കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 20 km every hour while going. അങ്ങോട്ടേക്ക് പോകുമ്പോൾ, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ അവൻ ഓരോ മണിക്കൂറും 20 കിലോമീറ്റർ വെച്ച് കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴുള്ള സ്പീഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓരോ മണിക്കൂറും 20 കിലോമീറ്റർ മീൻസ് 20 കിലോമീറ്റർ
പെർ അവർ അല്ലേ പറഞ്ഞിരിക്കുന്നത്, മീൻസ് സ്പീഡ് അല്ലേ തന്നിരിക്കുന്നത്, അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള സ്പീഡാണ് തന്നിരിക്കുന്നത് അല്ലെ. 20 കിലോമീറ്റർ പെർ എവറി അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ മണിക്കൂറിൽ 20 കിലോമീറ്റർ, അതല്ലേ നമ്മൾ സ്പീഡ് പറയുന്നത്. ഡിസ്റ്റൻസ് ബൈ ടൈം, ഓരോ മണിക്കൂറിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള സ്പീഡാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഉള്ള സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ, ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട്. ആവറേജ് സ്പീഡ് എങ്ങനെയാ കാണുക? അങ്ങോട്ടേക്കുള്ള സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവറും തിരിച്ചുള്ള സ്പീഡ് y കിലോമീറ്റർ പെർ അവറും ആണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2xy ബൈ എക്സ് പ്ലസ് വൈ ആയിരിക്കും ഇല്ലേ. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2xy ബൈ എക്സ് പ്ലസ് വൈ ആയിരിക്കും. നമുക്ക് ഒരു സൈഡിലേക്കുള്ള സ്പീഡ് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 ആണ്. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 20. വൈ നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. സോ 20 പ്ലസ് എന്തെന്ന് വരും? വൈ ക്യാൻസൽ ചെയ്യാം. 3 4 ക്രോസ് ചെയ്യുന്നു. അപ്പം 60 പ്ലസ് 3y ഈസ് ഈക്വൽ ടു 8y. സോ 5y ഈസ് ഈക്വൽ ടു 60 എന്ന് വരും. y ഈസ് ഈക്വൽ ടു 60 ബൈ 5 12 അല്ലെ. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഉള്ള സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 12 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. എത്രയായിരിക്കും? 12 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ പാരലോഗ്രാം ഹൂസ് ബേസ് ഈസ് 15 സെന്റിമീറ്റർ, ദ കറസ്പോണ്ടിങ് ഹൈറ്റ് ഈസ് 6 സെന്റിമീറ്റർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പാരലോഗ്രാമിന്റെ ബേസ് തന്നിട്ടുണ്ട്. ബേസ് എത്രയാണ്? 15 സെന്റിമീറ്റർ ആൻഡ് ദ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ തൊട്ട് മുകളിലത്തെ വെർട്ടെക്സിൽ നിന്ന് ആ ബേസിലേക്ക് തന്നിരിക്കുന്ന ബേസ് ഏതാണോ ആ ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ എങ്ങനെയാ കാണുന്നത്? ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇൻറ്റു കറസ്പോണ്ടിങ് ഹൈറ്റ് ആയിരിക്കും. ബേസ് എത്രയാണ്? 15 ഇൻറ്റു 6 എത്രയാ വരുന്നത്? 90 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ബേസ് ഇൻറ്റു കറസ്പോണ്ടിങ് ഹൈറ്റ്. ആ ബേസിൽ നിന്ന് വരച്ചിരിക്കുന്ന ഹൈറ്റ് ആണ് കേട്ടോ. പെർപെൻഡിക്കുലർ ഹൈറ്റിനെ പറയുന്നതാണ് കറസ്പോണ്ടിങ് ഹൈറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോപ്പ് കീപ്പർ സോൾഡ് എ ബുക്ക് അറ്റ് എ ലോസ് ഓഫ് 40%. ഒരാൾ ഒരു ബുക്ക് വിറ്റപ്പോ അയാൾക്ക് എത്ര ശതമാനം നഷ്ടം ഉണ്ടായി? 14% നഷ്ടം ഉണ്ടായി. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് വാസ് ഇൻക്രീസ്ഡ് ബൈ 100 രൂപ അയാൾ ഇൻക്രീസ് ചെയ്താൽ അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനമായിട്ട് വർദ്ധിക്കും? 6%. നേരത്തെ ലോസ് ആയിരുന്നു. 100 രൂപ നമ്മൾ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്ക് നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വിലയെക്കാളും 100 രൂപ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് പ്രോഫിറ്റ് ആവും. പ്രോഫിറ്റ് എത്ര ശതമാനമാവും? 6% ആവും. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ ബുക്ക്? ബുക്കിന്റെ പർച്ചേസ് പ്രൈസ്, അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? അതിന്റെ നമ്മൾ അയാൾ വാങ്ങിച്ച വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പർച്ചേസ് പ്രൈസ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരാള് നമുക്ക് 14% നഷ്ടത്തിലായിരുന്നു അയാൾ ഇനിഷ്യലി വിറ്റോണ്ടിരുന്നത്. അത് 100 രൂപ അയാൾ കൂട്ടിക്കഴിഞ്ഞപ്പോ, നേരത്തെ വിറ്റോണ്ടിരുന്ന വില അറിയില്ല, നമുക്കറിയില്ല. അതിൽ നിന്ന് 100 രൂപ കൂട്ടിക്കഴിഞ്ഞപ്പോ അത് 6% ലാഭത്തിലേക്ക് മാറി. 6% എന്ത് ചെയ്തു? ലാഭത്തിലേക്ക് മാറി അല്ലേ. അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു സൈഡ് നേരത്തെ ലോസ് ആയിരുന്നു, ഇപ്പം 6% ലാഭമായി. അപ്പൊ ഈ രണ്ട് സിനാരിയോയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് പ്രോഫിറ്റും ഒന്ന് ലോസും ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയുന്നത് രണ്ടുകൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എത്ര ശതമാനമായിരിക്കും? 20% ആയിരിക്കും. ഒന്ന് ലോസും ഒന്ന് പ്രോഫിറ്റും ആയിട്ട് വരുമ്പോ അത് തമ്മിലുള്ള ആ വിലകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ആ വിലകൾക്കിടയിലുള്ള ലോസിൽ വിൽക്കുമ്പോൾ ഉള്ള വിലയും പ്രോഫിറ്റ് വിൽക്കുമ്പോൾ ഉള്ള വിലയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ലോസ് പ്ലസ് പ്രോഫിറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പം എത്രയായിരിക്കും? 20% ആയിരിക്കും. അപ്പൊ ആ ഡിഫറൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 100 രൂപയല്ലേ. രണ്ട് കേസിലുള്ള വിലയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. മീൻസ് 20% ആണ് കറസ്പോണ്ട്സ് ടു 100.
അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 5 അല്ലേ? നമുക്ക് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആയിരിക്കുമല്ലോ. അപ്പൊ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 500 വരും. 1% 5 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 500 ആയിരിക്കും. സോ അതിന്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 500 രൂപ ആയിരിക്കും. ഓക്കെ, അടുത്ത ദി ഇക്വേഷൻ ax² പ്ലസ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഈക്വൽ റൂട്ട്സ് വരുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കണ്ടീഷൻ, താഴെ പറഞ്ഞിരിക്കുന്ന ഏത് കണ്ടീഷനിലാണ് ഇതിന്റെ റൂട്ട്സ് ഈക്വൽ ആവുന്നത്? നിങ്ങൾക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സിന് 2 വാല്യൂസ് വരും അല്ലെ? എക്സിന് 2 വാല്യൂസ് വരാം. അപ്പൊ എക്സിന് വരുന്ന വാല്യൂസ് ആ 2 റൂട്ടും ഈക്വൽ ആവുന്ന കണ്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് അങ്ങനെ നിങ്ങൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ്? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? അതിന്റെ ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ b² മൈനസ് 4ac 0 ആവുമ്പോഴാണ് റൂട്ട്സ് ഈക്വൽ ആവുക. ഈ b² മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന് 2 റൂട്ട്സ് ഉണ്ടായിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ അത് എന്താണ്? പോസിബിൾ അല്ല, അതിന് റൂട്ട്സ് ഇല്ല. അങ്ങനെയല്ലേ പഠിക്കുന്നത് അല്ലെ? ഈ b² മൈനസ് 4ac എന്ന് പറയുന്നത് എന്താ പറയുന്നത്? അതിനെ ഡിസ്ക്രിമിനന്റ് എന്ന് പറയും. ഈ ഡിസ്ക്രിമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ, b² മൈനസ് 4ac 0 ആണെങ്കിൽ എന്ത് റൂട്ട്സ് ആയിരിക്കും? ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. എങ്ങനത്തെ റൂട്ട്സ് ആയിരിക്കും? ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. അപ്പം ഇവിടെ ബി എന്താണ്? ഇക്വേഷൻ പ്രകാരം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് ബിയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 1 ആണ്. സോ 1² മൈനസ് 4 എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? x² കോഎഫിഷ്യന്റ് ആണ്. x² കോഎഫിഷ്യന്റ് ഇവിടെയും എ തന്നെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് എ കൊടുക്കാം. ഇനി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ആണ്. എക്സ് ഇല്ലാത്ത ടേം, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേം ആണ് സി വരേണ്ടത്. അവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ബി ആണ്. സോ ഇൻറ്റു ബി ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. 1 മൈനസ് 4ab ഈക്വൽ ടു 0 എന്ന് വരും. 1 ഇസ് ഈക്വൽ ടു 4ab എന്ന് വരും. ഇതിന് എ ബിയുടെ വാല്യൂ എന്ത് വരും? 1/4 എന്ന് വരും. അപ്പൊ എന്താണ്? ഈക്വൽ റൂട്ട്സ് ആവുള്ള കണ്ടീഷൻ കിട്ടി. എ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? 1/4 ആയിരിക്കണം. അപ്പോ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.